തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ താങ്കളെ പ്രത്യേകിച്ചും ജനങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എന്താണ് പറയുന്നത്? ആ പ്രവചനം കൃത്യമായിരിക്കും. ഇപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അവസാനമായി വന്നത് ഒരു ഏകദേശം കൃത്യതയോടുകൂടി തന്നെ ആ ഫലം നേരത്തെ മുൻകൂട്ടി പ്രവചിച്ചു എന്ന് തന്നെ പറയാം. ജ്യോത്സ്യനാണോ? അല്ല, ജ്യോത്സ്യനല്ല, പൊളിറ്റിക്കൽ അനാലിസിസ് ആണ്. ഓക്കെ, എങ്ങനെയാണ് ഇത് സാധിച്ചത്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിലമ്പൂരെ 250 വോട്ടർമാരോട് ഫോണിൽ സംസാരിച്ചാണ് പ്രവചനം തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്തവണ നേരിട്ട് അവിടെ പോയിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആണെങ്കിൽ തൃശ്ശൂർ തൊട്ട് വടക്കോട്ട് മണ്ഡലങ്ങളിൽ പോവുക തന്നെ ചെയ്തു. തെക്കോട്ട് പോയിട്ടില്ല. ഇതിൽ ഫോണിൽ സംസാരിച്ചാണ്. എല്ലാവരും പോകാനുള്ള സമയം കിട്ടത്തില്ല. പിന്നെ അതിൻ്റെ യാത്രകൾ ചെയ്യും, കൂടുതൽ യാത്രകൾ ചെയ്ത് അവിടുത്തെ ഒരു വിലയിരുത്തലാണോ സാധ്യമാണ്? അങ്ങനെ ആളുകൾ ഓരോ സ്ഥലത്തും പോയി ആളുകൾ ബന്ധപ്പെടും നേരിട്ട്. ഇപ്പം നിലമ്പൂർ അങ്ങനെ പോയിട്ടില്ല. നിലമ്പൂർ കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഇപ്പം ഷൗക്കത്ത് ജയിക്കും എന്നുള്ളത് എങ്ങനെയാണ് ഒരു വിലയിരുത്തലിലേക്ക് വന്നത്? 200 പേരെ വിളിച്ചു, അതിൽ നിന്നാണോ? 200 പേര് വിളിച്ചത് ഒരു മാർഗമെന്നേ ഉള്ളൂ. അത് തന്നെയല്ല, ഇപ്പോൾ ഈ PV അൻവറിൻ്റെ ആരോപണം മുഖ്യമന്ത്രിക്കും P ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇവരാരും ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് ഈ ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നുണ്ട്. അത് LDF വളരെ ദോഷം ചെയ്തിട്ടുണ്ട് ഈ അൻവറിൻ്റെ ആരോപണങ്ങൾ. നിലമ്പൂർ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ തന്നെ. അൻവറിനെ ഈ UDF ചേർത്താൽ UDF അങ്ങനെ ഒരു ഗുണം ഉണ്ടാവും. പക്ഷെ ആ ഗുണത്തേക്കാൾ വേറെ ദോഷം ഉണ്ടാവും. ഇത്തരമുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ പ്രവചിച്ചല്ലോ. ഏതെങ്കിലുമൊക്കെ പാളിച്ചകൾ വന്നതാണ്? പാളിച്ച വന്നത് ഒരിക്കലേ സംഭവിച്ചിട്ടുള്ളൂ. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ UDF 72 സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. ഭരിക്കാൻ 71 വേണം, ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിന് ഭരിക്കുമെന്നാണ് പറഞ്ഞത്. അത് തെറ്റിപ്പോയി. അവർക്ക് 41 സീറ്റേ കിട്ടിയുള്ളൂ. അത് തെറ്റാനുള്ള കാരണം കോവിഡ് കാലത്ത് 4 പേർക്ക് ഒന്നിച്ചു കൂടാനുള്ള അവസരം ഇല്ലായിരുന്നു. അപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അതുപോലുള്ള അഴിമതികൾക്കെതിരെ ഒരു സമരം നടത്താനൊന്നും ഉള്ള അവസരം പ്രതിപക്ഷ കക്ഷികൾക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് LDF ജയിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ഒന്ന് പറയാമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020 തെരഞ്ഞെടുപ്പിൽ LDF വലിയ മേൽക്കൈയായിരുന്നു ഉണ്ടായിരുന്നത്. ആ മേൽക്കൈ ഇത്തവണ ഉണ്ടാവത്തില്ല. അല്പം മേൽക്കൈ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ തവണ 961 ഗ്രാമപഞ്ചായത്തുകളിൽ 525 ഗ്രാമപഞ്ചായത്തുകളിൽ LDF ആണ് ഭൂരിപക്ഷം കിട്ടിയത്. അത് ഇത്തവണ ഉണ്ടാകത്തില്ല. ഇത്തവണ ഒരു 525 450 ചുരുങ്ങും. UDF 325 ഗ്രാമപഞ്ചായത്തുകളാണ് ഉണ്ടായിരുന്നത്. അത് ഇത്തവണ ഒരു 400 ആവും. അപ്പോഴും LDF അല്പം മേൽക്കൈയുണ്ട്. 400 450, ഇപ്പോൾ 850 ബാക്കി 91 സീറ്റുണ്ട്. അതിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടത്തില്ല. അതിൽ സ്വതന്ത്രന്മാർ ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് UDF എന്ന് പറയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സീറ്റ് LDF കൂടുമെന്ന് പറയുമ്പോൾ ഉള്ള അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല വാർഡുകളിലും UDF ഒരു സ്ഥാനാർത്ഥി ആയിരിക്കത്തില്ല, ഒന്നിലധികം സ്ഥാനാർത്ഥികൾ കാണും. ചിലപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ 2 സ്ഥാനാർത്ഥികൾ വരാം. അതല്ലെങ്കിൽ വേറൊരു ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തിട്ട് അവിടെ കയറി കോൺഗ്രസ് മത്സരിക്കും. അങ്ങനെ വരുമ്പം ഈ 2 പേരും തോറ്റിട്ട് LDF ജയിക്കും. അതായത് കോൺഗ്രസിന്റെ സ്ഥിരമില്ലായ്മ, ഒന്നിലധികം സ്ഥാനാർത്ഥികളുള്ള അതെ, അവരുടെ തന്നെ ഒരു കൺഫ്യൂഷനാണ് അവര് തോൽക്കാൻ കാരണം. അതെ, അവരുടെ തന്നെ കുഴപ്പമാണ്. അപ്പൊ ഇനി അതിൽ നിന്നൊരു മാറ്റം സംഭവിച്ചാൽ ചെറിയ മാറ്റം സംഭവിക്കും. അതുകൊണ്ടാണല്ലോ അവർക്ക് സീറ്റ് കൂടുന്നത്. BJPക്കാണല്ലോ. BJPക്ക് ഇപ്പോൾ ഇത്തവണ ഒരു 50 ഗ്രാമപഞ്ചായത്തുകളിൽ ഭരിക്കാൻ കിട്ടും. ഇപ്പോൾ 15 മറ്റേ ഉള്ളൂ. അത് 50 ആവും. വലിയ വർധനവുണ്ടാവും. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ UDF നേതാവ് അല്ലെങ്കിൽ ഒരു അത് തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാം, ഉറപ്പാണ്. എത്ര സീറ്റിന്റെ ഭൂരിപക്ഷം? അവർക്ക് UDF 78 മുതൽ 94 വരെ സീറ്റ്. അതിൻ്റെ ഒരു ആവറേജ് എടുത്താൽ 86 സീറ്റ് വരും. LDF 42 മുതൽ 58 വരെ, അതിൻ്റെ ആവറേജ് 50 സീറ്റ്. BJPക്ക് ഒരു 4 മുതൽ 8 വരെ സീറ്റുകൾ. തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 3 കൂട്ടർക്ക് ഏകദേശം ഒരുപോലെ സീറ്റ് കിട്ടും.
അതായത് BJP-ക്ക് ഒരു 2 മുതൽ 4 വരെ സീറ്റ്, LDF-ന് ഒരു 4 മുതൽ 6 വരെ സീറ്റ്, UDF-നും 4 മുതൽ 6 വരെ സീറ്റ്. എന്തുകൊണ്ടാണ് പിണറായിക്ക് ഇപ്പൊ ഇത്രയും ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ്? കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് നേരത്തെ സംസാരിച്ചപ്പം തന്നെ പറഞ്ഞു 95% ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്രയും ഒരു രാഷ്ട്രീയ നിരീക്ഷണം മാത്രമാണ്, വിശകലനം, ഇവരുടെയൊക്കെ ഒരു മെന്റലിസം, അതായത് മനസ്സ് പരിശോധിച്ചാണ്. ഇപ്പൊ നേരത്തെ ഞാൻ അത് പറയാൻ കാരണം നിലമ്പൂരില് ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ, അതായത് അൻവർ ഉന്നയിച്ച കാര്യങ്ങൾക്ക് LDF അതിന് കേസ് ഫയൽ ചെയ്തില്ല, അതിൽ തന്നെ ഒരു ജനപിന്തുണ അവിടെ ലഭിച്ചു എന്നുള്ളത് മൈന്യൂട്ട് കാര്യം പോലും വിശകലനം ചെയ്തിട്ടാണല്ലോ താങ്കൾ ഇത്തരത്തിലുള്ള ഒരു പ്രവചനം നടത്തുന്നത്. പക്ഷേ അതിന് അൻവർ ഉന്നയിച്ച ആരോപണത്തിന്റെ പ്രയോജനം കിട്ടിയ UDF-നാണ്. അതെ അതെ അതെ. അപ്പോൾ ഇത്തരത്തിൽ മൈന്യൂട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മളുടെ ഇപ്പൊ 2ാം പിണറായി സർക്കാർ വന്നതിന്റെ കാര്യവും പറഞ്ഞു, പക്ഷേ പ്രതിപക്ഷം അത്ര സ്ട്രോങ് അല്ലേ? അതുകൊണ്ടാണ് പ്രതിപക്ഷം ഇങ്ങനെ പത്രസമ്മേളനം നടത്തുന്നതൊക്കെ ഉള്ളൂ, അവരൊരു സമരരംഗത്ത് വരുന്നില്ല, അതിനവർ കഴിയുന്നില്ല. BJP-ക്കും കഴിയുന്നില്ല, കോൺഗ്രസിനും കഴിയുന്നില്ല. ഇപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് തന്നെ UDF-ന്റെ കാലത്തായിരുന്നെങ്കിൽ LDF-കാർ ഈ കേരളം തിരിച്ചു വെച്ചേനെ. ഇവരൊരു സമരവും ചെയ്തില്ല. അന്ന് പിന്നെ കോവിഡ് ആയതുകൊണ്ട് പറ്റത്തില്ലായിരുന്നു, അന്ന് വേണേൽ അവർക്ക് പറഞ്ഞ് തടി തപ്പാം. മാസപ്പടി വിവാദ കേസൊക്കെ വന്നല്ലോ. മാസപ്പടി ഇപ്പോഴും ഇതൊന്നും വലിയ സമരമാക്കുന്നില്ല. അതിന് ഇതൊക്കെ കോൺഗ്രസിൻ്റെ കാലത്താണ് ഇവിടെ എന്തോ കൂലായിരിക്കും നടക്കുന്നത്. അതൊന്നും അവർക്കൊരു സമരം രംഗത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. സമരരംഗത്തേക്ക് വന്നാൽ ഇവർക്ക് 20 സീറ്റായിട്ട് കുറഞ്ഞു പോകും LDF-ന്. അതായത് അവര് കുറച്ചുകൂടി ഇതായിട്ട് വരുന്നില്ല. പ്രതിപക്ഷത്തിന്റെ അത് വെറും പ്രസ്താവന മാത്രമേ ഉള്ളൂ, ചില വാർത്താ സമ്മേളനങ്ങൾ മാത്രം. അത് പോരാ അതിന്. പക്ഷെ കുറച്ചുകൂടി BJP മുന്നേറുന്നില്ലേ? BJP-ക്ക് സാവധാനത്തിൽ പുരോഗതി വരുന്നുണ്ട്. അവർക്ക് സീറ്റ് പിടിക്കാൻ തക്ക ഇതായിട്ടില്ല. അവർ തോക്കാനുള്ള കാരണം അവർ ജയിക്കുമെന്നുള്ള സാഹചര്യം വന്നാൽ LDF-ഉം UDF-ഉം കൂടെ ഒന്നിച്ചു ചേർന്ന് 2ാം സ്ഥാനത്ത് വരുന്ന കക്ഷിക്ക് മറ്റൊരു വോട്ട് ചെയ്യും. ഇപ്പോൾ LDF ജയസാധ്യതയെങ്കിൽ അവിടെ UDF-കാരിൽ കുറച്ച് പേര് LDF-ന് വോട്ട് ചെയ്യും. മറിച്ച് UDF-ന് ജയസാധ്യതയുണ്ട്, LDF-കാർ കുറച്ച് പേര് UDF-ന് വോട്ട് ചെയ്യും. തിരുവനന്തപുരത്ത് ശശി തരൂർ അങ്ങനെയാണ് ജയിക്കുന്നത്. അല്ലെങ്കിൽ ശശി തരൂർ ഒരിക്കലും ജയിക്കത്തില്ല. BJP ഭയം എന്നൊരു ഫാക്ടറുണ്ട്. BJP ജയിക്കുമെന്നുള്ള ഭയത്താൽ ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നടങ്കം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുക. അത് നേരെ തിരിച്ചുകൊണ്ട് ചിലയിടത്ത് നേമത്ത് ആണെങ്കിൽ, നേമത്താണെങ്കിൽ LDF-ന് വിജയസാധ്യതയുള്ളത് കൊണ്ട് കുറച്ച് ന്യൂനപക്ഷങ്ങൾ, അത് ഈ കോൺഗ്രസിൽപ്പെട്ടവരും കാണും, അത് LDF-ന് വോട്ട് ചെയ്യും. നേരെ മഞ്ചേശ്വരത്ത് വരുമ്പോൾ നേരെ തിരിച്ചാണ്. മഞ്ചേശ്വരത്ത് BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി LDF-കാരെ UDF-ന് വോട്ട് ചെയ്യും. നേമത്ത് നേരെ തിരിച്ചാണ്. എന്തായാലും നമ്മുടെ ചർച്ച അവസാനിക്കാറ്. എപ്പോഴും എനിക്ക് ചോദ്യം ഉന്നയിക്കാനുള്ളത്, ഇപ്പോൾ നമുക്ക് 3 രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിൽ സജീവമായിട്ടിരിക്കുകയാണ്. അപ്പം കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയം ഇപ്പം വരുന്ന തലമുറകളുടെ ഇടയിൽ ചുരുക്കമായിട്ടുള്ളവരല്ലേ രാഷ്ട്രീയം ഏറ്റെടുക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ വോട്ട് വിഹിതങ്ങൾക്ക് മാറി മറിയാൻ സാധ്യതയില്ല. ഇപ്പം അങ്ങയുടെ കണക്കുകൂട്ടലിനനുസരിച്ച് 50 വർഷത്തെ ഈ ഒരു പാരമ്പര്യം അനുസരിച്ച് ഇപ്പം ഇടതു പാർട്ടിക്ക് ഇത്ര ആൾക്കാരുണ്ട്, വലതു പാർട്ടിക്ക് ഇത്രയുണ്ട്, BJP-ക്ക് ഇത്ര ആൾക്കാരുണ്ട്, ബാക്കിയുള്ള നിഷ്പക്ഷമായിട്ടിരിക്കുന്ന ജനങ്ങളായിരിക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിക്കുന്നത്. അത് ഇനി മാറി മറിയാൻ സാധ്യത. അത് കാലം ചെല്ലും തോറും ആ നിഷ്പക്ഷരുടെ എണ്ണം കൂടി വരും. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഇപ്പോൾ 70 വയസ്സിന് മേലുള്ളവരൊക്കെ ഈ CPM-ന് വോട്ട് ചെയ്തിരുന്നവർ അത് അവരുടെ അടുത്ത തലമുറ വരുമ്പോൾ ചെയ്യത്തില്ല. അതായത് ഇനി തലമുറകൾ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അതെ, പുതിയ തലമുറയൊന്നും രാഷ്ട്രീയത്തിൽ യാതൊരു താല്പര്യമില്ല. അപ്പോൾ നിഷ്പക്ഷമായിട്ട് നിന്നുകൊണ്ട് തന്നെയായിരിക്കും പാർട്ടി തെരഞ്ഞെടുക്കുന്നത്. ആളിനെ നോക്കിയായിരിക്കും അല്ലെ? പണ്ടൊക്കെ പറയും ആളിനെ നോക്കിയൊക്കെ ചെയ്യും. അതായത് വരുന്ന തലമുറ കുറച്ച് പേര് കാണും, രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന 50% പേര് കാണും. പക്ഷെ അപ്പോഴും നമ്മൾ ഈ കോളേജ് രാഷ്ട്രീയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഊർജ്ജസ്വലതയോട് കൂടിയാണ്. അതൊക്കെ കോളേജ് കാലം കഴിയുമ്പം തീരും. കോളേജ് കാലത്ത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ തന്നെ പിന്നീട് നേതാക്കൾ പോലും പിന്നീട് അധികം പേര് വരുന്നില്ല. കുറച്ച് പേര് ഈ DYFI-യിലും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിലും ഒക്കെ വരുന്നുള്ളൂ നേതാക്കളായിട്ട്. ബാക്കിയുള്ളവർ പിന്നെ രംഗത്ത് വരുന്നേ ഇല്ല.
അപ്പൊ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് UDF-ന്റെ ഭരണം തന്നെ അത് പ്രതീക്ഷിക്കാം. ഉറപ്പാണ്, 100%. പ്രേക്ഷകർ ഇത് കേൾക്കുന്നുണ്ട്, പ്രവചനം സത്യമാകട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.